ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഡോക്ടർ ശരണ്യ രജീഷ്. വെൽക്കം ടു ഫോക്കസ് ട്രേഡ്. സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ലിക്വിഡിറ്റിനെ കുറിച്ച് പറഞ്ഞല്ലേ, ലിക്വിഡിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. സ്മാർട്ട് മണീനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ലിക്വിഡിറ്റിനെ കുറിച്ച് അറിയാനൊക്കെ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ലിക്വിഡിറ്റിനെ കുറിച്ച് നമ്മൾ അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ലിക്വിഡിറ്റി അറിഞ്ഞ് ട്രേഡ് ചെയ്യണമെന്നാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറയുന്നത്, ഈ വീഡിയോയിലും പറയുന്നത്. സോ ലിക്വിഡിറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ലിക്വിഡിറ്റിയുടെ ബേസിക് ആയിട്ട് എന്താണ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു. സോ അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ലിക്വിഡിറ്റി പലതരത്തിലുണ്ട്, അത് മനസ്സിലാക്കിയിട്ടുള്ള ട്രേഡിംഗ് മെത്തേഡും ഉണ്ടത്. സോ അതാണ് നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത്, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലിക്വിഡിറ്റി പല ടൈപ്പിലുണ്ടെന്ന് പറഞ്ഞു. അതാണ് എക്സ്റ്റേണൽ ലിക്വിഡിറ്റിയും അതുപോലെ തന്നെ ഇൻറ്റേർണൽ ലിക്വിഡിറ്റിയും. സോ അതെന്താണെന്നും എങ്ങനെയാണ് അതനുസരിച്ചിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം. സോ അതിനു മുമ്പ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ തുടങ്ങുന്നവരാണെങ്കിൽ, നിങ്ങൾ ഇനിയിപ്പോൾ ചെയ്യുന്നവരാണെങ്കിൽ കൂടി നിങ്ങളെപ്പോഴും ഒരു ജെനുവിനായിട്ടുള്ള ഒരു ബ്രോക്കറെ വേണം സെലക്ട് ചെയ്യാൻ. സോ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതിൽ കയറി രജിസ്റ്റർ ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കാം. വാട്സപ്പിലായാലും ഇൻസ്റ്റയിലായാലും ടെലഗ്രാമിലായാലും എല്ലാത്തിനും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. സോ നമുക്കിനി ലിക്വിഡിറ്റി നോക്കാം. ഞാൻ പറഞ്ഞ പോലെ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ലിക്വിഡിറ്റി എന്താണെന്നും എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. സോ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതാണ് എക്സ്റ്റേണൽ ലിക്വിഡിറ്റിയും ഇന്റേണൽ ലിക്വിഡിറ്റിയും. സോ നമുക്ക് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ERL എന്നും അതുപോലെ തന്നെ ഇന്റേണൽ ലിക്വിഡിറ്റിയെ നമുക്ക് IRL എന്നും നമുക്ക് പറയാവുന്നതാണ്. ERLും അതുപോലെ തന്നെ IRLും അങ്ങനെ നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് പറയുന്നതാണ്. സോ ഇന്റേണൽ ലിക്വിഡിറ്റിയും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ലിക്വിഡിറ്റിയാണ് ERLും IRL, അല്ലെങ്കിൽ EL എന്നും IL എന്നും നമുക്ക് പറയാം. സോ എന്താണ് ഇന്റേണൽ ലിക്വിഡിറ്റി? അതായത് ഇന്റേണൽ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്നാണ് ശരിക്കും പറയുന്നത്. അതുകൊണ്ടാണ് IRL ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്നാണ് ശരിക്കും പറയേണ്ടത്. ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്നാണ് നമ്മൾ ശരിക്കും പറയുന്നത്. അതുകൊണ്ടാണ് IRL ഇട്ടത്. അതിനെ നമ്മൾ ചുരുക്കിയിട്ട് ഇന്റേണൽ ലിക്വിഡിറ്റി അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നു എന്ന് മാറ്റും. അപ്പോൾ ശരിക്കും ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ്. ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ FVG, അതുപോലെ തന്നെ ഇംബാലൻസ്, നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇതൊക്കെ എന്താണ് നമ്മൾ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ, സ്മാർട്ട് മണി കോൺസെപ്റ്റിൻ്റെ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണണം. അപ്പോൾ FVG അതുപോലെ തന്നെ ഇംബാലൻസ്, FVG ഇംബാലൻസ് സെയിം സംഭവമാണ്. FVG ഇംബാലൻസ് ഇതിനെയൊക്കെയാണ്, അല്ലെങ്കിൽ FVG ഓർ ഇംബാലൻസ്, ഈ സംഭവത്തിനെയാണ് നമ്മൾ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ FVGയും ഇംബാലൻസും വരുന്ന ആ ഏരിയാസ് ആണ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. FVG ഓർ ഇംബാലൻസ് രണ്ടും സെയിം ആണ്. അത് വരുന്ന ഏരിയ ആണ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പിൽ നമുക്കറിയാം. FVG അല്ലെങ്കിൽ ഇംബാലൻസ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പിൽ ഉണ്ടാവും. അതായത് അത് ബെയറിഷും ഉണ്ടാവും, ബുള്ളിഷും ഉണ്ടാവും. ഓക്കെ, അത് ബെയറിഷ് ഉണ്ടാവും. ബെയറിഷ് FVG അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, വീഡിയോ കാണാത്തവർ അത് കാണണം. സോ ബെയറിഷ് FVG ആണെങ്കിൽ അത് ബൈ സൈഡ് ലിക്വിഡിറ്റി ആണ് ഫോം ചെയ്യുക. അത് ബൈ സൈഡ് ലിക്വിഡിറ്റി ആണ് ഫോം ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് ബുള്ളിഷ് FVG ആണെങ്കിൽ അത് സെൽ സൈഡ് ലിക്വിഡിറ്റിനെ ആയിരിക്കും ഫോം ചെയ്യുക. ബുള്ളിഷ് ആണെങ്കിൽ, ഞാൻ ബുള്ളെന്ന് ചുരുക്കി എഴുതുന്നേ ഉള്ളൂ, ബുള്ളിഷ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ ബുള്ളിഷ് FVG ആണെങ്കിൽ അത് സെൽ സൈഡ് ലിക്വിഡിറ്റി ആണ് ഫോം ചെയ്യുക. സെൽ സൈഡ് ലിക്വിഡിറ്റി ആണ് ഫോം ചെയ്യുക. സോ ലിക്വിഡിറ്റി രണ്ട് ടൈപ്പിലുണ്ട്. എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഉണ്ട്, ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഉണ്ട്. ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് FVGകളെയാണ് അല്ലെങ്കിൽ ഇംബാലൻസുകളെയാണ് പറയുന്നത്. ബെയറിഷ് ആണെങ്കിൽ അത് ബൈ സൈഡ് ലിക്വിഡിറ്റി, ബുള്ളിഷ് ആണെങ്കിൽ അത് സെൽ സൈഡ് ലിക്വിഡിറ്റിയുമാണ് ഫോം ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണ്. എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി
എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ അതും നമ്മൾ സിങ് ഹൈ സിങ് ലോ അതാണ്. അപ്പം മറ്റേത് ഇംബാലൻസിനെയാണ് നമ്മൾ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. സിങ് ഹൈ അതുപോലെ തന്നെ സ്വിങ് ലോ ഇതിനെല്ലാമാണ് നമ്മൾ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ സിങ് ഹൈ ഫോം ചെയ്യുന്നത് സിങ് ഹൈയും സിങ് ലോയും ആണ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. സിങ് ഹൈ ഫോം ചെയ്യുക ബൈ സൈഡ് ലിക്വിഡിറ്റി ആണ്. അതുപോലെ തന്നെ സിങ് ലോ ഫോം ചെയ്യുന്നത് സെൽ സൈഡ് ലിക്വിഡിറ്റി ആണ്. സെൽ സൈഡ് ലിക്വിഡിറ്റി ആണ് സ്വിങ് ലോ ഫോം ചെയ്യുന്നത്. സോ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഉണ്ട്, ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഉണ്ട്. FVG അല്ലെങ്കിൽ ഇംബാലൻസ് ഇതാണ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ബെയറിഷ് FVG ആണെങ്കിൽ ബൈ സൈഡ് ലിക്വിഡിറ്റി ആണ് ഫോം ചെയ്യുക, ബുള്ളിഷ് ആണെങ്കിൽ സെൽ സൈഡ് ആണ്. അതുപോലെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണ് സിങ് ഹൈയും സിങ് ലോയും ആണ്. അതിൽ സിങ് ഹൈ ബൈ സൈഡ് ലിക്വിഡിറ്റിയും സിങ് ലോ സെൽ സൈഡ് ലിക്വിഡിറ്റിയും ആണ്. ഇനി അതിന് ഇമ്പോർട്ടൻറ്റ് കാര്യം, എപ്പോഴും ഒരു മാർക്കറ്റ് മൂവ് ചെയ്യുക ഒരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റിയിൽ നിന്ന് ഒരു ഇന്റേണൽ ലിക്വിഡിറ്റിയിലേക്ക്, പിന്നെ ഇന്റേണലിൽ നിന്ന് എക്സ്റ്റേണലിലേക്ക്, എക്സ്റ്റേണലിൽ നിന്ന് ഇന്റേണലിലേക്ക്, ഇങ്ങനെയായിരിക്കും എപ്പോഴും ഒരു മാർക്കറ്റ് ഫോം ചെയ്യുക. ഇപ്പൊ നിൽക്കുന്നത് ഒരു ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സിങ് ഹൈയിലാണ് ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നതെങ്കിൽ ആ സിങ് ഹൈ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണ്. ഇനി മാർക്കറ്റ് പോവുക അവിടെ നിന്ന് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്കായിരിക്കും. ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിന്ന് മാർക്കറ്റ് പോകുന്നത് വീണ്ടും എക്സ്റ്റേണൽ റേഞ്ച് പുതിയൊരു സിങ് ഹൈയിലേക്ക്, പുതിയൊരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാനായിരിക്കും. അവിടെ നിന്ന് മാർക്കറ്റ് പോകുന്നത് ഇവിടെ എവിടെയെങ്കിലും ഒരു FVG അല്ലെങ്കിൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ അവിടേക്കായിരിക്കും. അങ്ങനെയാണ് മാർക്കറ്റ് എപ്പോഴും പോവുക. മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്, മാർക്കറ്റിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, എവിടെയാണോ അവിടെ നിന്ന് ഒരു പുതിയൊരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാന്നുള്ളതും, അതുപോലെ തന്നെ ഇംബാലൻസിനെ ബാലൻസ് ചെയ്യുക അല്ലെങ്കിൽ FVGനെ വന്ന് മിറ്റിഗേറ്റ് ചെയ്ത് അതിനെ ബാലൻസ് ചെയ്യാന്നുള്ളതും. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് എപ്പോഴും മാർക്കറ്റിനുള്ളത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എപ്പോഴും IRൽ നിന്ന് ERലേക്ക്, ERൽ നിന്ന് ERലേക്ക്, അങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. എക്സ്പെഷ്യലി ഇത് നമുക്ക് നോക്കാൻ ഏറ്റവും നല്ലത് 1 ഡേ പോലത്തെ ഹയർ ടൈം ഫ്രെയിമിലാണ്. 1 ഡേ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇതൊരു സിങ് ഹൈ ആണ്, ഇതൊരു സിങ് ലോ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഉണ്ടായ ലോ ഇതാണ്. ഇനി ഈ സിങ് ലോ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണ്. ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്തിനാണ് പോവുക, ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി നോക്കിയിട്ടാണ്. അതായത് മുന്നേ ഉണ്ടായ ഏതെങ്കിലും ഒരു FVG അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇംബാലൻസ് എന്നും പറയുമല്ലേ, അപ്പോൾ അത് നോക്കിയിട്ടാണ് പോവുക. അപ്പോൾ ഈ ഏരിയയിൽ എവിടെയെങ്കിലുമൊക്കെ ഈ ഒരു ഏരിയയിൽ ചെറിയൊരു FVG ഫോം ചെയ്തിട്ടുണ്ട്, അതുപോലെ എവിടെയെങ്കിലും ഒരു FVG ഉണ്ടോ എന്ന് നോക്കൂ, അല്ലെങ്കിൽ മിറ്റിഗേറ്റ് ചെയ്ത് കിടക്കാത്ത ഏതെങ്കിലും FVG ഉണ്ടോ എന്ന് നോക്കൂ. അവിടേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുക. അത് ഗ്രാബ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റേണൽ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു, അവിടെ നിന്ന് ഇനി പുതിയൊരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റി, അവിടെ നിന്ന് പിന്നെ പുതിയൊരു സിങ് ഹൈ അല്ലെങ്കിൽ സിങ് ലോ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണ് മാർക്കറ്റ് അധികവും മൂവ് ചെയ്യുന്നത്. അതായത് ഇതെന്ന് പറയുന്നത് എന്താണ്, സിങ് ഹൈ ആണ്. അപ്പൊ ഇവിടെ നിന്ന് മാർക്കറ്റ് ഈ സിങ് ലോ എന്ന് മാർക്കറ്റ് ഓക്കെ, ഈ ഒരു ഇതിൽ നോക്കുക, ഇതൊരു സിങ് ഹൈ ആണ്. ഇവിടുന്ന് മാർക്കറ്റ് എങ്ങോട്ടേക്കാണ് പോവുക, മാർക്കറ്റ് താഴേക്ക് പോയി. അതായത് ഈ ഒരു ഡൗൺ ട്രെൻഡ്, ഈ ഒരു ഡൗൺ ട്രെൻഡ് ഇത്രയും ഏരിയ, ഇത്രയും ഏരിയ നോക്കുക. അപ്പോൾ ഈ ഒരു ഡൗൺ ട്രെൻഡിൽ മാർക്കറ്റ് താഴേക്ക് വന്നു, അതായത് ഒരു സിങ് ലോ ക്രിയേറ്റ് ചെയ്തു. ഈ സിങ് ലോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണ്. ഈ സിങ് ലോ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണ്. ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ എങ്ങോട്ടാണ് പോകേണ്ടത്, മാർക്കറ്റിന് ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഇതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത, നമ്മൾ മുമ്പ് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞതുകൊണ്ടാണ്. സോ ഈ ഒരു ഏരിയയിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. സോ ഓൾറെഡി സിങ് ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഗ്രാബ് ചെയ്യുക എന്നതായിരിക്കും മാർക്കറ്റിൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്. സോ മാർക്കറ്റ് മൂവ് ചെയ്യുക ആ ഫെയർ വാല്യൂ ഗ്യാപ്പ്, കാരണം അത് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണ്. സോ ഇത് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിരുന്നു, ഇത് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിരുന്നു. അവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി IRL.
ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുക്കാനാണ്. അതായത് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പാണ് ഇവിടുത്തെ ഇൻറ്റേർണൽ റേഞ്ച്. ഇനി ഈ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് മൂവ്മെൻറ്റ് എന്തായിരിക്കും? പുതിയൊരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഉണ്ടാക്കാൻ, അതായത് പുതിയൊരു സിംഗ് ലോ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഓൾഡ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഇതാണ്. ഇനി പുതിയൊരു ഇൻറ്റേർണൽ റേഞ്ച് എക്സ്റ്റേണൽ ഉണ്ടാക്കണമെങ്കിൽ പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതെടുത്തു കഴിഞ്ഞാൽ നേരെ അവിടുന്ന് താഴേക്ക് പോകും. ഈ IRL എടുത്തു കഴിഞ്ഞാൽ നേരെ താഴേക്ക് പോകും. ഇതിനെയും കഴിഞ്ഞ് താഴേക്ക് ഇങ്ങനെ പോകും. കണ്ടോ, ഇതിനെയും കഴിഞ്ഞ് താഴേക്ക് പോയി പുതിയൊരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്താലോ പിന്നെ വീണ്ടും എങ്ങോട്ടേക്ക് പോകണം? ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി പോകണം. അതെന്ന് പറയുന്നത് പിന്നെ ഉണ്ടാകുന്ന ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഇതാണ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ് ഇവിടെ പിന്നെ ഉണ്ടായത്. അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ നേരെ ഈ ഒരു IRLിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. അവിടുന്ന് ഇതും കഴിഞ്ഞ് പുതിയൊരു ERLിലേക്ക് പോകും, പിന്നെയും IRLിലേക്ക് പോകും, ERLിലേക്ക് പോകും, IRLിലേക്ക് പോകും. ചില സമയത്ത് ഡൗൺ ട്രെൻഡ് ഒരു ERL ക്രിയേറ്റ് ചെയ്തു, അതായത് സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഗ്രാബ് ചെയ്തിട്ട്, അതായത് പഴയ ഒരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗ്രാബ് ചെയ്യാനില്ലെങ്കിൽ അവിടുന്ന് നേരെ ക്യാരക്ടർ ചേഞ്ച് ആയിട്ട് പിന്നെ മാർക്കറ്റ് പോകും. ക്യാരക്ടർ ചേഞ്ച് അവിടെ സംഭവിക്കും, എന്നിട്ട് പുതിയൊരു ഹൈ ലോയും ക്രിയേറ്റ് ചെയ്യും. പക്ഷെ അതുവരെ ക്യാരക്ടർ ചേഞ്ച് സംഭവിക്കുന്നതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഇൻറ്റേർണൽ റേഞ്ച്, അത് ഹയർ ടൈം ഫ്രെയിം എന്നല്ല, നമുക്ക് 1 അവറിലാണെങ്കിലും 4 അവറിലൊക്കെ ആണെങ്കിലും കാണാം, ഒരു എക്സ്റ്റേണൽ റേഞ്ച്, അതായത് സിംഗ് ലോയിലേക്ക് വന്നാൽ പിന്നെ FVG, സിംഗ് ലോ, പുതിയ സിംഗ് ലോ, ഇതിനെക്കാട്ടിയും താഴെ FVG, പിന്നെ പുതിയ സിംഗ് ലോ, FVG, ആ രീതിയിൽ ഹൈ ആണെങ്കിൽ അങ്ങനെ ഹൈ ലോ അങ്ങനെയായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യും. എക്സ്റ്റേണൽ റേഞ്ചിൽ നിന്ന് ഇൻറ്റേർണൽ റേഞ്ച്, ഇൻറ്റേർണൽ റേഞ്ചിൽ നിന്ന് എക്സ്റ്റേണൽ റേഞ്ച്, അങ്ങനെ. അപ്പോൾ ഈ ഇൻറ്റേർണൽ റേഞ്ചിൽ നിന്ന് തിരിച്ച് എക്സ്റ്റേണൽ റേഞ്ചിലേക്ക് പോകും. പിന്നെയും അങ്ങനെ. അത് ഇപ്പോൾ ലോ ആയതുകൊണ്ടാണ്, ഇത് ലോവർ ട്രെൻഡ് ആയതുകൊണ്ടാണ് എന്താണ് നമുക്ക് സിംഗ് ലോകളിൽ നിന്ന് IRL, സിംഗ് ലോയിൽ നിന്ന് IRL അങ്ങനെ കാണുന്നത്. ഹൈ അപ്പർ ട്രെൻഡ് ആണെങ്കിൽ സിംഗ് ഹൈയിൽ നിന്ന് IRL. കണ്ടോ, സിംഗ് ഹൈയിൽ നിന്ന് ഈ ഒരു IRL ഗ്രാബ് ചെയ്തു. ഇവിടെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു IRL ആണ്. സോ അത് ഗ്രാബ് ചെയ്തു. അത് ഗ്രാബ് ചെയ്തിട്ട് പുതിയൊരു ERL ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ആ ERL നിന്നാണ് ഇങ്ങനെ ഇത് മൂവ് ചെയ്ത് വന്നത്. സോ ഇങ്ങനെയാണ് മാർക്കറ്റ് മൂവ്മെൻറ്റ് നടക്കുക, ERL ടു IRL, IRL ടു ERL. സോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി FVG മറ്റു കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി അത് പറഞ്ഞ് ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ജസ്റ്റ് ERL IRL മനസ്സിലാക്കുക. അങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുക. നമുക്ക് ഒരു പുതിയൊരു സിംഗ് ഹൈ ഉണ്ടെങ്കിൽ, ഇവിടെ ഒരു സിംഗ് ഹൈ ഉണ്ട്, അവിടെ താഴേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഓക്കെ ഇത് ഹൈ ആണ് റീസെൻ്റ് ആയിട്ട് ഫോം ചെയ്തത്, ഇവിടെ നിന്ന് ഒരു IRLിലേക്കായിരിക്കും, അതായത് ഇവിടെ നിന്ന് ഈ FVGയിലേക്കായിരിക്കും മൂവ് ചെയ്യുക. FVG എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇനി പുതിയൊരു ഹൈ ഉണ്ടാക്കണം, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ടാണ് മൂവ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് ഇതിനെയും കടന്ന് മുകളിലേക്ക് പോയിട്ടൊരു പുതിയൊരു ERL ഉണ്ടാക്കും, അല്ലെങ്കിൽ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഉണ്ടാക്കും, അല്ലെങ്കിൽ പുതിയൊരു സിംഗ് ഹൈ ഉണ്ടാക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. സോ ഇപ്പോൾ കണ്ടില്ലേ, എക്സ്റ്റേണൽ ലിക്വിഡിറ്റിയും ഇൻറ്റേർണൽ ലിക്വിഡിറ്റിയും എങ്ങനെയാണ് അത് വെച്ച് ട്രേഡ് ചെയ്യുന്നത് എന്നൊക്കെ കണ്ടില്ലേ. സോ ഇതൊരു മെത്തേഡാണ്, നമ്മുടെ സ്മാർട്ട് മണിയിൽ തന്നെ വരുന്ന ഒരു മെത്തേഡാണ്. കംപ്ലീറ്റ്ലി ഈ മെത്തേഡ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുക എന്നല്ല, പക്ഷേ ഇതും ഒരു മെത്തേഡാണ്, നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാവുന്നതാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്ത് ഡൗട്ടും നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം, ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ തരാൻ നോക്കുന്നതാണ്. അതുപോലെ ഇനി നിങ്ങൾക്ക് കൂടുതൽ സ്ട്രാറ്റജീസ് അറിയണം, കൂടുതൽ കാര്യം പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സും അവൈലബിൾ ആണ്. അപ്പം അതിനെക്കുറിച്ചിട്ടും എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഐ എം ഡോക്ടർ ശരണ്യ രജീഷ്. ബൈ ബൈ.